ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ കോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ AMCയുടെ ആർമി മെഡിക്കൽ കോപ്സിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു റിലേഷൻ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനുശേഷം വേറൊരു റിക്രൂട്ട്മെന്റിന്റെ വന്നിട്ടുണ്ട്, റിലേഷൻ റിക്രൂട്ട്മെന്റിന്റെ. ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റെജിമെന്റ് എന്നറിയപ്പെടുന്ന പാരാ റെജിമെന്റിലേക്കുള്ള യൂണിറ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ്, ഡ്രീം എയിമാണ് പാരാ റെജിമെന്റിൽ കയറണം, പാരാ ട്രൂപ്പർ ആവണം, പാരാ ജമ്പ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ബെസ്റ്റ് അവസരം തന്നെയാണ് ഈ ഒരു പാരാ റെജിമെന്റ് യൂണിറ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്ന ആർമിക്കാരെ മക്കൾക്ക് മാത്രമാണ് ഈ ഒരു യൂണിറ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആർമിക്കാരെ മക്കൾക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ബിവെയർ ഓഫ് തോട്ട്സ് എന്ന്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം കഴിവാണ്. ഒരാൾക്കും പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു ജോബ് കിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ഒരു റിക്രൂട്ട്മെന്റിനും നിങ്ങളെ ഏജന്റുമാർക്കും ഒന്നും പൈസ കൊടുക്കാൻ നിൽക്കരുത്. അതൊക്കെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അങ്ങനെ ഒന്നും കൊടുക്കരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തട്ടിപ്പാണ്. അതിപ്പോൾ എങ്ങനെയെങ്കിലും പിടിക്കുകയല്ല ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പേരിൽ കേസ് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളെ സ്വന്തം കഴിവാണ് ഈ ഒരു ആർമി റിക്രൂട്ട്മെന്റ് കിട്ടുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പാരാ റെജിമെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന 23 ഒക്ടോബർ 2000 ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റാലി എന്ന് പറയുന്നത് യൂണിറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ട റിക്രൂട്ട്മെന്റ് വാർഡ് വിഡോ എക്സ് സർവീസ്മാൻ ആൻഡ് സർവിംഗ് പേഴ്സൺസ്. അപ്പോൾ ഈ ഒരു റാലി എന്ന് പറയുന്നത് ആർമിയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ റിട്ടയർഡ് ആയവർക്കും അതുപോലെ തന്നെ ബ്രദേഴ്സ് ആരെങ്കിലും ആർമിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രദേഴ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു പാരാ റെജിമെന്റിലേക്ക് പോകണം എന്ന ആഗ്രഹമാണ്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പാരാ റെജിമെന്റിൽ കയറാൻ പറ്റും, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. GD പോസ്റ്റിലേക്കാണ്. ഈ ഒരു GD മാത്രമാണ് ഈ ഒരു യൂണിറ്റ് റിക്രൂട്ട്മെന്റിനകത്തുള്ളത് പാരാ റെജിമെന്റിന്. അപ്പോൾ ഇതിന് പോകാൻ പറ്റുന്നവർ ഡയറക്റ്റ് പോവുക. ഇതിന് വേറെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് പാരാ റെജിമെന്റിന്റെ സെന്ററിൽ പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 15, 2020 ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയത്. അപ്പോൾ എല്ലാവരും ഇന്ത്യ മൊത്തം ഉള്ള ആളുകൾക്ക് ആ ഒരു ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഡിസംബർ 15 അവർ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർമിയിൽ വർക്ക് ചെയ്യുന്ന മക്കൾക്ക് ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ റാലിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റാലി എന്ന് പറയുന്നത് 15 അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 15 എന്ന് പറയുന്ന ഡോക്യുമെന്റ് ചെക്കിംഗ് ആണ്. പ്രിലിമിനറി ഡോക്യുമെന്റ് ചെക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് 16 ഫിസിക്കൽ, 16 തൊട്ട് 21 വരെയാണ് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയിരുന്നത്. അപ്പോൾ അത് ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏതൊക്കെ സ്റ്റേറ്റിന് ഏതൊക്കെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ 16 തൊട്ട് 21 വരെയുള്ള ഡേറ്റിലാണ് ഈ ഒരു ഫിസിക്കൽ നടത്തുന്നത്. മെഡിക്കൽ എന്ന് പറയുന്നത് 22 തൊട്ട് തുടങ്ങും. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ 29 ജനുവരി 2021 ഈ ഒരു അഡ്മിറ്റ് കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പാരാ റെജിമെന്റ് ട്രെയിനിങ് സെന്റർ ബാംഗ്ലൂരാണ്. നമ്മൾ 15 തന്നെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആർമിയിൽ വർക്ക് ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ്, ഞാൻ വീണ്ടും പറയുന്നത് സിവിലിയൻസിനല്ല, അവർക്ക് മാത്രമുള്ളതാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഫിസിക്കൽ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. കാര്യം എക്സലന്റിൽ എത്തുന്നവരെ മാത്രമായിരിക്കും എടുക്കുന്നത്. എക്സലന്റും വേണം, അതുപോലെ തന്നെ പുള്ളപ്പ് ആണെന്നുണ്ടെങ്കിൽ 10 പുള്ളപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് താഴെ നമ്മൾ സാധാരണ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ 6 പുള്ളപ്പ് മതി. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 10 പുള്ളപ്പും വേണം. അതുപോലെ തന്നെ റണ്ണിങ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 30 സെക്കൻഡിനകത്ത് തന്നെ കംപ്ലീറ്റും ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കമ്പൾസറി ആയിട്ടും കൊണ്ടുപോകണം. അത് ചെക്ക് ചെയ്യും, അതിനുശേഷം മാത്രമേ എൻട്രി കിട്ടത്തുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ ബാക്കി ഡോക്യുമെന്റ്സ് എന്നുള്ള റിലേഷന് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ആണ്. അത് ഞാനൊരു വീഡിയോക്കകത്ത് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകുക എന്നുള്ള. അപ്പോൾ ഈ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു ഡിസംബർ 15 റാലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഒരു പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പാരാ റെജിമെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ ഫിസിക്കൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസും ഡിഫൻസ് ജോബ്സിൻ്റെ അപ്ഡേറ്റ്സും ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.